Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ, നമ്മുടെ 23ാമത്തെ വീഡിയോ ആണിത്. The variable x follows a normal distribution with the mean 45 and standard deviation equal to 10. Find the probability that 40 less than or equal to x less than or equal to 56. The variable x follows a normal distribution with the mean 45 and standard deviation equal to 10. Find the probability that 40 less than or equal to x less than or equal to 56. x follows normal distribution. അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട് 45. അപ്പം മ്യൂ 45, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 10. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 ആണ്. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ആ ഇൻ്റർവൽ കണ്ടെത്തണം. എക്സ് 40 ആകുമ്പോഴും എക്സ് 56 ആകുമ്പോഴും. ഇവിടെ നമുക്ക് എക്സ് 40 56 രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ എക്സ് 40 ആകുമ്പോഴുള്ള സെഡ് വാല്യൂ കാണണം, അതുപോലെ എക്സ് 56 ആകുമ്പോഴുള്ള സെഡ് സ്കോർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് 45, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 10 ആണ്. മ്യൂ ഈക്വൽ ടു 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 10. 40 less than or equal to x less than or equal to 56. 40 less than or equal to x less than or equal to 56. That is, x lies between 40 and 56. When x equal to 40, z equal to x minus mu by sigma. x 40 ആകുമ്പോൾ 40 minus mu എന്ന് പറയുന്നത് 45 by 10 minus 5 by 10 minus 0.5. When x equal to 56, z equal to x minus mu by sigma. That is 56 minus 45 by 10, 11 by 10, 1.1. ഇങ്ങനെ 40 ആകുമ്പോൾ ഉള്ള സെഡ് സ്കോർ കണ്ടെത്തി മൈനസ് 0.5. ഇനി എക്സ് 56 ആകുമ്പോൾ ഉള്ള സെഡ് സ്കോറും കണ്ടെത്തി 1.1. ഇനി നമുക്ക് എന്ത് കാണാം? പ്രോബബിലിറ്റി ദാറ്റ് 40 less than or equal to x less than or equal to 56. That is equal to probability that minus 0.5 less than or equal to z less than or equal to 1.1. അതിനുശേഷം നമ്മൾ നോർമൽ കർവ് ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ഇവിടെ നമ്മുടെ ഫിഗർ വന്നു. -5 ഇവിടെ പി 40 less than or equal to x less than or equal to 56 പറയുന്നത് probability that minus 0.5 less than or equal to x less than or equal to 1.1 ആണ്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ചു. അതിൻ്റെ മിഡിലിൽ 0 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ -0.5 മാർക്ക് ചെയ്തു. ഇവിടെ 1.1 മാർക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ probability that 40 less than or equal to x less than or equal to 56 equal to probability that minus 0.5 less than or equal to x less than or equal to 1.1. That is area under the normal curve or area ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. അതെങ്ങനെ കണ്ടെത്തും? -5 to 0 ഉള്ള ഏരിയയും 0 to 1.1 വരെയുള്ള ഏരിയയും കണ്ടാൽ മതി. കാരണം നമ്മുടെ ടേബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ 0 to z ആണ്. അപ്പോൾ നമുക്ക് -0.5 to 0യും 0 to 1.1ഉം കാണാം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എഴുതി. ഈക്വൽ ടു പി പ്രോബബിലിറ്റി ദാറ്റ് -0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് probability of 0 less than or equal to x less than or equal to 1.1. ഇനി -0.5 to 0 എന്ന് പറയുന്നത് തന്നെയാണ് 0 to 0.5. അത് നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. അടുത്ത സ്ലൈഡിൽ ആ ടേബിൾ ഉണ്ട്, നമുക്ക് ആ വാല്യൂ നോക്കാം. 0 to 1.5 വരെയുള്ള ഏരിയ കിട്ടും. അതുപോലെ 0 to 1.1 വരെയുള്ള ഏരിയയും കണ്ടെത്തണം. അപ്പോൾ 0 to 0.5 വരെയുള്ള ഏരിയ നമുക്ക് ആ ടേബിളിൽ നിന്ന് 0.3643 കിട്ടും. അതുതന്നെയാണ് -0.5 to 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടി? 0.3643 plus 0.1915 equal to 0.5558. നമുക്ക് ടേബിൾ അടുത്ത ഇതിൽ ടേബിൾ ഉണ്ട്, നമുക്ക് നോക്കാം.
0.5, 0 to 0.5 വരെയുള്ള വാല്യൂ ഇത് തന്നെയാണ് 0.1915. അടുത്തത് 0 to 1.1 വരെയുള്ള ഏരിയ 0.3643. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.5558. അതാണ് ഏരിയ, നമ്മുടെ റിക്വയർഡ് ഏരിയ. അതായത് പ്രോബിലിറ്റി ദാറ്റ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 എന്ന് പറയുന്നത് തന്നെയാണ് ഇത്. For every x value, there corresponds a z value obtained by the formula z equal to x minus mu by sigma. Similarly, for every z value, there is a table value. For every x value, there correspond a z value. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെറ്റ് സ്കോർ ഉണ്ട്. ആ സെറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ആ എക്സ് വാല്യൂസിൻ്റെ അരിത്തമെറ്റിക് മീനാണ് മ്യൂ, ആ എക്സ് മൈനസ് മ്യൂ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ. അപ്പോൾ സെഡിന് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ് വാല്യൂസിനും ഒരു കറസ്പോണ്ടിങ് സെറ്റ് വാല്യൂ കിട്ടും. സെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിൾ വാല്യൂവും ഉണ്ട്. എല്ലാ സെറ്റ് വാല്യൂവിനും ഒരു കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ ഉണ്ട്. നമ്പർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഇൻറ്റു എൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം ചെയ്താണ്. ബൈനോമിയലിലും പോയിസണിലും എല്ലാം നമ്മൾ യൂസ് ചെയ്ത ഒരു ഫോർമുലയാണിത്. നമ്പർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഇൻറ്റു ടോട്ടൽ നമ്പർ. നമുക്കിത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The scores of students in a test follow normal distribution with a mean equal to 80 and standard deviation equal to 50. A sample of 1000 students has been drawn from the population. A sample of 1000 students has been drawn from the population. Find probability that a randomly chosen student has scored between 85 and 95. Appropriate number of students scoring less than 60. രണ്ട് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് ദ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് സ്കോർ ഓഫ് സ്റ്റുഡൻസ് അത് എക്സ് ആണെങ്കിൽ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 80 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. അങ്ങനെയാണെങ്കിൽ എ സാമ്പിൾ ഓഫ് 1000 സ്റ്റുഡൻസ് ഹാസ് ബീൻ ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ. നമ്മൾ 1000 സ്റ്റുഡൻസിനെ ആ പോപ്പുലേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സാമ്പിളായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ, probability that a randomly chosen student has scored between 85 and 95. Probability that 85 less than x less than 95 കണ്ടെത്തണം. അതുപോലെ appropriate number of students scoring less than 60. ഇവിടെ probability ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. എന്നിട്ട് അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ ആ 1000-ൽ എത്ര പേർക്ക് ലെസ് ദാൻ 60 സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താം. അതിനാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. 60-ൽ താഴെ സ്കോർ കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടിട്ട് അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ 1000-ൽ എത്ര പേർക്ക് 60-ൽ താഴെ സ്കോർ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മീൻ 80 ആണ്, സിഗ്മ 15 ആണ്. ഇനി എക്സ് 85 ആകുമ്പോഴും 95 ആകുമ്പോഴും 60 ആകുമ്പോഴും ഒക്കെ സെഡ് സ്കോർ കാണുക. പിന്നീട് ടേബിൾ യൂസ് ചെയ്യാം. നോക്കാം. മീൻ മ്യൂ ഈക്വൽ ടു 80, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50 നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി നമുക്ക് ബിറ്റ്വീൻ 85 ആൻഡ് 95 ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. ബിറ്റ്വീൻ 85 ആൻഡ് 95, ദാറ്റ് ഈസ് 85 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 95. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 85 വി വാണ്ട് ടു ഫൈൻഡ് സെഡ്, ആൻഡ് വെൻ എക്സ് ഈക്വൽ ടു 95 ഫൈൻഡ് സെഡ്. When x equal to 85, z equal to x minus mu by sigma. 85 minus 80 by 15. x 85 ആണ്, mu 80 ആണ്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 ആണ്. 85-ൽ നിന്ന് 80 കുറച്ചാൽ 5, 5/15 1/3 0.333, അപ്പോൾ 0.33 എന്ന് എഴുതി. ഇനി when x equal to 95, z equal to x minus mu by sigma equal to 95 minus 85 by 15, 15 by 15, that is 1. ഇനി നമുക്ക് എന്ത് കാണണം? probability that 85 less than x less than 95 equal to probability that 0.33 less than z less than 1. x 85 ആകുമ്പോൾ z 0.33 ആണ്, x 95 ആകുമ്പോൾ z 1 ആണ്. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇവിടെ ഗ്രാഫ് കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ചു.
സീറോ മാർക്ക് ചെയ്തു, സീറോൻ്റെ റൈറ്റ് സൈഡിൽ 0.33, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 1 മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അതെങ്ങനെ കാണും? 0 തൊട്ട് 1 വരെയുള്ള ഏരിയയിൽ നിന്ന് 0.33 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ മതി. നമ്മൾ ആ രീതി മുൻപ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ probability that 85 less than x less than 95 equal to probability that 0.33 less than z less than 1. That is equal to probability that 0 less than z less than 1. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള മൊത്തം ഏരിയ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനി എന്ത് ചെയ്യും? 0 തൊട്ട് 0.33 വരെയുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.33. 0 to 1ൻ്റെ ഏരിയ നമുക്ക് ടേബിൾ ഉപയോഗിച്ച് കാണാം. ഇതാണ് 0.3413. ഇതിൻ്റെ ഏരിയ ബിറ്റ്വീൻ 0 and 1, 0 to 1 ഏരിയ 0.3413 ആണ്. 0 തൊട്ട് 0.33 വരെയുള്ള ഏരിയ ടേബിളിൽ നിന്ന് 0.1293 ആണെന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ 0.2120. Probability that a student's score is between 85 and 95 equal to 0.2120. നമുക്കത് കിട്ടി, കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തതാണ്. Probability that a student's score is between 85 and 95 equal to 0.2120. ഒരു സ്റ്റുഡൻറ്റിന് 85-നും 95-നും ഇടയിൽ സ്കോർ ലഭിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 1000 സ്റ്റുഡൻസിന് സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1000 സ്റ്റുഡൻസിൽ എത്ര പേർക്ക് 85-നും 95-നും ഇടയിൽ സ്കോർ ഉണ്ടായിരിക്കും? അവിടെയാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ആ ഫോർമുല. എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോർ ബിറ്റ്വീൻ 85 and 95 ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഇൻറ്റു n. 0.2120 into 1000, that is 212. Number of students score between 85 and 95 equal to 0.2120 into 1000 equal to 212. നമുക്കിനി അതിൻ്റെ ടേബിൾ നോക്കാം. ഇതാ 0 to 1 ഏരിയ എന്താണ്? 0.3413. പിന്നത്തെ എന്തായിരുന്നു? 0 to 0.33 ആയിരുന്നു. 0.33 നിന്ന് 0.3യും 0.03 ഇതാണ് 0.1293. ഇതിന് ഇത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 0.2120. അതിനെ 1000 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 212. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. അടുത്ത ലെസ് ദാൻ 60 ആണ്. ലെസ് ദാൻ 60 നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ എങ്ങനെയായിരുന്നു? ഫൈൻഡ് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60. അതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? when x equal to 60 z കണ്ടെത്തും. z കണ്ടെത്തിയാൽ പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ 60 കാണാം. അതായത് പ്രോബിലിറ്റി ഓഫ് z ലെസ് ദാൻ z വാല്യൂ എന്താണോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60 എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60 ഈക്വൽ ടു ആ പ്രോബിലിറ്റി ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് നോക്കാം. when x equal to 60 z x minus mu by sigma. x 60 ആണ്. 60 minus 80 by 15 minus 20 by 15 minus 4 by 3 minus 1.33. Probability of x less than 60 equal to probability that z less than minus 1.33. z less than minus 1.33. നമുക്ക് അതിൻ്റെ ഒരു റഫായിട്ട് ആ ഫിഗർ ഒന്ന് വരയ്ക്കണം. നോക്കാം. ഇവിടെ 0 വരും, ഇവിടെ 0 ഉണ്ട്, ഇത് minus 1.33. ഇപ്പോൾ നമുക്ക് കാണുന്നത് minus 1.33യുടെ അതിനേക്കാൾ താഴെയാണ്. z ലെസ് ദാൻ മൈനസ് 1.33, മൈനസ് 1.33 താഴെയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് പോർഷനാണ്. ശരിക്കും ഇവിടെ ഇത് ടച്ച് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയയാണ് എന്തായാലും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോട്ടൽ ഏരിയ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മൊത്തം ഏരിയ 0.5 ആണ് നമുക്കറിയാം. ആ 0.5ൽ നിന്ന് 0 തൊട്ട് മൈനസ് 1.33 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ മതി. 0 തൊട്ട് മൈനസ് 1.33 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടേബിളിൽ 0 to 1.33 കണ്ടാലും മതി. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് സെഡ് ലെസ് ദാൻ മൈനസ് 1.33 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഈ ഒരു മൊത്തം ഏരിയ 0.5 മൈനസ് പ്രോബിലിറ്റി ദാറ്റ് മൈനസ് 1.33 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. ഈ ഒരു പോർഷൻ്റെ ഏരിയ ദാറ്റ് ഈസ് 0.5 മൈനസ് 1.33 to 0 ആണ്. 0 to 1.33 ആണ്. അത് ടേബിളിൽ നോക്കിയാൽ നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്. 0.4082 ആണ്. അത് 0.0918. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ 60യുടെ പ്രോബിലിറ്റി കിട്ടി.
ഇതിനെ 1000 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എത്ര വരും? 91.8, അതായത് 92. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ 92. Probability that a student's score is less than 60 equal to 0.0918 നമുക്ക് കിട്ടിയതാണ്. Therefore, number of students scoring less than 60 equal to 0.0918 into 1000. ഒരു സ്റ്റുഡൻറ്റ് സ്കോർ 60-ൽ താഴെയാവാനുള്ള പ്രോബിലിറ്റി നമ്മൾ കണ്ടെത്തി. അപ്പോൾ 1000 കുട്ടികൾ എടുത്താൽ അതിൽ എത്ര പേർക്ക് 60-ൽ താഴെ സ്കോർ ലഭിക്കാൻ സാധ്യതയുണ്ട്? 0.0918 into 1000 equal to 91.8 equal to 92. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60 ഈസ് 92. നമുക്ക് ആ ടേബിൾ നോക്കാം. ടേബിൾ ഇതാണ്. നമുക്ക് 1.33 ആണ്, 0 to 1.33 ഏരിയ 0.4082 ആണ്. 0.4082. ഇത് 0.5 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.0918 കിട്ടുന്നത്, അതായത് 92. The height of the school children of one institution is normally distributed with mean of 54 inches and standard deviation of 12 inches. What percentage of students have height between 46 and 56 inches? The height of the school children of one institution is normally distributed with mean of 54 inches and standard deviation of 12 inches. What percentage of students have height between 46 and 56 inches? ഇവിടെ ഹൈറ്റ് ഓഫ് ദ സ്കൂൾ ചിൽഡ്രൻ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ 54 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 12 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആദ്യം നമ്മൾ കാണുന്നത് പ്രോബിലിറ്റി ദാറ്റ് 46 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56 ആണ്. അതായത് എക്സ് 46 ആകുമ്പോൾ സെറ്റ് സ്കോർ കാണുന്നു, എക്സ് 56 ആകുമ്പോൾ സെറ്റ് സ്കോർ കാണുന്നു. അതിനുശേഷം പ്രോബിലിറ്റി ദാറ്റ് 46 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56 ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് സെറ്റ് സ്കോറിൻ്റെ ടേമിൽ പ്രോബിലിറ്റി കാണും. അത് ടേബിൾ ഉപയോഗിച്ച് അതിൻ്റെ ഏരിയ കാണും. അങ്ങനെ ഏരിയ കണ്ടാൽ നമുക്കിപ്പോൾ കിട്ടുന്നത് 0.481 കിട്ടിയെന്ന് വിചാരിക്കാം. 0.481 ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ്? ഇപ്പോൾ 0.481 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 48.1. അപ്പോൾ 48.1% നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. മ്യൂ ഈക്വൽ ടു 54, സിഗ്മ ഈക്വൽ ടു 12. ബിറ്റ്വീൻ 46 ആൻഡ് 56, എക്സ് ലൈസ് ബിറ്റ്വീൻ 46 ആൻഡ് 56 എന്നാണ്. ദാറ്റ് ഈസ് 46 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56. When x equal to 46, z equal to x minus mu by sigma equal to 46 minus 54 by 12 equal to minus 8 by 12 minus 2 by 3, that is minus 0.666, that is 67. When x equal to 56, z equal to x minus mu by sigma equal to 56 minus 54 by 12 equal to 2 by 12, 1 by 6, 0.17, 1666, 0.17. Probability that 46 less than x less than 56 equal to probability that minus 0.67 less than z less than 0.17. ഇവിടെ 56 മൈനസ് 54 by 12, 2 by 12, 1 by 6ൻ്റെ വാല്യൂ ആണ് 0.17. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. ഈക്വൽ ടു probability that minus 0.67 to 0.17. അപ്പോൾ മൈനസ് 0.67 to 0, പിന്നെ 0 തൊട്ട് 0.17 വരെ, അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏരിയ 0.2486, അതായത് മൈനസ് 0.67 to 0 പറഞ്ഞാൽ ടേബിളിൽ നിന്ന് 0 തൊട്ട് 0.67 വരെയുള്ള ഏരിയ നോക്കിയാൽ മതി. അത് നമുക്ക് കിട്ടുന്നത് 0.2486 ആയിരിക്കും. അതുപോലെ 0 തൊട്ട് 0.17 വരെയുള്ള ഏരിയ 0.0675, നമുക്ക് കിട്ടുന്നത് 0.3161 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് മൈനസ് 0.67 തൊട്ട് 0.17 വരെയുള്ള ഏരിയ ആണ്. 1.7 അല്ല, 0.17 ആണ്. എഴുതി തെറ്റിയിട്ടുണ്ട്. 0.17 ആണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 0.17 വായിക്കണം. 0.17. അപ്പോൾ ഇവിടെ എന്ത് വരും?
-0.67 തൊട്ട് 0 വരെയുള്ള ഏരിയ പ്ലസ് 0 തൊട്ട് 0.17 വരെയുള്ള ഏരിയ. അതാണ് ഈ കിട്ടുന്നത്. That is probability that 46 less than x less than 56 equal to 0.3161. നമുക്കിതിനെ പെർസെൻറ്റേജ് ആക്കണം. പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. Therefore, percentage of students having a height between 46 and 56 equal to 0.3161 into 100. Percentage of students have height between 46 and 56 inches. 0.3161 into 100 equal to 31.61%. 31.61%. നമുക്ക് ആ ടേബിൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ടേബിൾ ഇങ്ങനെയായിരുന്നു. 0.17 ആണ് അതിൻ്റെ ഏരിയ. ഇതാണ് 0.0675. അതാണ് നമ്മൾ എടുത്തത്. 0675 തന്നെയാണ് എടുത്തത്. മറ്റേ ഏരിയ നമ്മൾ എടുത്തത് 0.2486 ആണ്. 0.2486 ഏതാണ്? 0.67 ഏരിയ. To locate value of z when the area or probability is known. ഇനി നമുക്ക് ഇപ്പോൾ z വാല്യൂ കണ്ടെത്തിയിട്ട് ഏരിയ കണ്ടുപിടിക്കലായിരുന്നു. ഇനി നമുക്ക് ഏരിയ തന്നിട്ട് z വാല്യൂ കണ്ടുപിടിക്കണം. നോക്കാം എങ്ങനെയാണ്. ലെറ്റ് a be the unknown z value. Let a be the unknown z value. If p of 0 less than z less than a equal to 0.4332, then how to find a? എങ്ങനെ a കണ്ടെത്തും? a കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ടേബിളിനകത്ത് ആ ഏരിയ നമ്മൾ കണ്ടുവല്ലോ. നേരത്തെ കുറേ വാല്യൂസ് കണ്ടു, കുറേ 4 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടു. അതിൽ എവിടെയാണ് 0.4332 എന്ന് നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് a കണ്ടുപിടിക്കാം. It can be seen from the table that when z equal to 1.5, table value is 0.4332. z 1.5 ആകുമ്പോഴാണ് ടേബിൾ വാല്യൂ 0.4332 ആവുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 1.5 ആണ്. അങ്ങനെയാകുമ്പോൾ 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.4332 തന്നു കഴിഞ്ഞാൽ എയുടെ വാല്യൂ അല്ലെങ്കിൽ എയുടെ z വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടുത്തെ z സ്കോർ എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ z സ്കോറാണ്. അത് 1.5 ആണ്. ഇനി probability that z greater than a equal to 0.35. How to find a? നമുക്ക് നേരത്തെ പോലെ റഫായിട്ട് ഫിഗർ വരച്ച് 0.35 ഗ്രേറ്റർ ദാൻ 0.35 എന്ന് പറഞ്ഞാൽ 0.35ൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ 0.5ൽ നിന്ന് എത്ര മൈനസ് ചെയ്താണ് 0.35 കിട്ടുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ 0.5 മൈനസ് 0.35 0.15 കിട്ടുന്നത് നോക്കേണ്ടി വരും. ഫ്രം probability that z greater than a equal to 0.35 എന്നാണ്. അപ്പോൾ നമുക്ക് റഫ് ഫിഗർ വരച്ചാൽ 0.35ൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ. അതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. 0.5ൽ നിന്ന് 0.35 മൈനസ് ചെയ്താൽ 0 തൊട്ട് a വരെ ഉള്ളത് കിട്ടും. അപ്പോൾ വി ഗെറ്റ് probability that 0 less than z less than a equal to 0.5 minus 0.35, that is 0.1500. ഇനി ഈ വാല്യൂ ഈ 0.1500 ആ ടേബിളിൽ എവിടെ വരുന്നു നോക്കണം. അത് സെഡിന് 0.39 വരുമ്പോഴാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.39 ഈക്വൽ ടു 0.15, therefore z വാല്യൂ ഈസ് 0.39. ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. It may be noted that for finding z value, that is a, the area from 0 to a is necessary. എപ്പോഴും നമുക്ക് z greater than a തന്നാലും z less than a ആയാലും 0 less than z less than a ആയാലും നമുക്ക് അവസാനം കൊണ്ടുവരേണ്ടത് p ഓഫ് 0 less than z less than a എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് വേണം എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. In a competitive examination, 5,000 students have appeared for a paper in statistics. Their average mark was 62 and standard deviation was 12. If there are only 100 vacancies, find the minimum marks that one should score in order to get selected. In a competitive examination, 5,000 students have appeared for a paper in statistics. Their average mark was 62 and standard deviation was 12. If there are only 100 vacancies, find the minimum marks that one should score in order to get selected.
അരിത്തമെറ്റിക് മീൻ മ്യൂ എന്ന് പറയുന്നത് 62 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ മ്യൂ 62, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 12. ഇനി ദർ ആർ ഓൺലി 100 വേക്കൻസീസ്. ആകെ 100 വേക്കൻസികളും 5000 സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ എത്ര ശതമാനം പേർക്കാണ് കിട്ടുന്നത്? അപ്പോൾ 100/5000 ഇൻറ്റു 100. 100/5000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 100/50 2%. 2% എന്ന് പറഞ്ഞാൽ 0.02. അപ്പോൾ 0.02 വരുന്നത്. ഈ 0.02 എന്ന് പറഞ്ഞാൽ അവിടെ സെഡ് വാല്യൂ എ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ ആണ് ഈ 0.02. അതെങ്ങനെയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്? ആദ്യം ആ 0.02 കിട്ടും നോക്കാം. ദർ ആർ 100 വേക്കൻസീസ്. 5000 പേര് എഴുതുന്നുണ്ട്, 100 പേർക്കേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 5000-ൽ 100 പേർക്ക് കിട്ടും. അപ്പോൾ എത്ര ശതമാനം പേർക്ക് കിട്ടും? 100/5000 ഇൻറ്റു 100, അതായത് 2%. 2% വേക്കൻസി എന്ന് പറഞ്ഞാൽ 0.02. അപ്പോൾ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്, 0.02. ഇനി ഈ പോയിന്റിൽ സെഡ് വാല്യൂ എ ആണെന്ന് വിചാരിക്കാം. 0.02 കിട്ടുന്ന സ്ഥലത്ത് സെഡ് വാല്യൂ എ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് എക്സിനുള്ള വാല്യൂ എന്താണ്? ഫൈൻഡ് ദ മിനിമം മാർക്സ് ദാറ്റ് വൺ ഷുഡ് സ്കോർ ഇൻ ഓർഡർ ടു ഗെറ്റ് സെലക്റ്റഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ മിനിമം മാർക്ക്, ഒരാളുടെ മിനിമം മാർക്ക് സെഡ് സ്കോറിൽ എ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ മിനിമം എ ആണെങ്കിൽ സെലക്ട് ചെയ്യപ്പെട്ട 100 കുട്ടികളുണ്ട്. ആ 100 മാർക്കുകളിൽ സെലക്ട് ചെയ്ത 100 കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ, അപ്പോൾ നമ്മുടെ കയ്യിൽ 100 മാർക്കുകളുണ്ട്. അതിൽ മിനിമം എ ആണെങ്കിൽ ബാക്കി എല്ലാ മാർക്കുകളും എന്തായിരിക്കും? എയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ സെഡ് വാല്യൂ എ ആണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നതാണ് 0.02. ലെറ്റ് എ ബി ദി സെഡ് വാല്യൂ അറ്റ് ദിസ് പോയിന്റ് സോ ദാറ്റ് പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു 0.02. അപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് 0.02 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ എ കണ്ടുപിടിക്കണം. നമുക്ക് നേരത്തെ പോലെ റഫ് ഫിഗർ വേണമെങ്കിൽ വരയ്ക്കാം. ആ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നടുക്ക് 0 വരയ്ക്കണം. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എ മാർക്ക് ചെയ്യാം. ഇപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എയുടെ റൈറ്റ് സൈഡാണ്. അത് നമുക്ക് കിട്ടിയത് 0.02 ആണ്. അപ്പോൾ 0 തൊട്ട് എ വരെയുള്ള ഏരിയ എന്തായിരിക്കും? 0.5-ൽ നിന്ന് ഈ 0.02 മൈനസ് ചെയ്തതാണ്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് നമുക്ക് ആ റഫ് ഫിഗർ വരച്ചാൽ കിട്ടും. ഇത് പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ എ ഈക്വൽ ടു 0.5 മൈനസ് 0.02 0.48. ഇതിപ്പോൾ സെഡ് വാല്യൂ ആണ്. ഇനി കറസ്പോണ്ടിങ് എക്സ് സ്കോറൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ എ ഈക്വൽ ടു 0.48. ഇനി കറസ്പോണ്ടിങ് എ കണ്ടുപിടിക്കണം. അതായത് ഈ 0.48 ഏരിയ വരുന്ന സെഡ് സ്കോർ കണ്ടുപിടിക്കാം. അതാണ് എയുടെ വാല്യൂ ആയിട്ട് വരിക. അതിന് നമ്മൾ ടേബിൾ എടുക്കണം. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ആ ഏരിയ എന്ന് പറയുന്ന ഭാഗം നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്ന പോർഷൻ ഉണ്ട്. അവിടെ എവിടെയാണ് ഈ 0.48 വരുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏകദേശം 2.05 ഇത് വരുന്നത്. അതായത് 2.05ൻ്റെ വാല്യൂ കണ്ടാൽ അതായത് ഏരിയ ഓഫ് 0 to 2.05 കണ്ടാൽ ഏകദേശം 0.48 അടുത്ത് വരുന്നുണ്ട്. കൃത്യം 0.48 വരുന്നില്ല, പക്ഷേ ഏകദാണ്ട് 0.48, അതായത് 0.4798 എന്നാണ് ടേബിൾ വാല്യൂ വരുന്നത്. 2.05 നോക്കിയാലേ 0 to 2.05 നോക്കുമ്പോൾ 0.4798 ആണ്. അത് ഏതാണ് 0.48 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ എയുടെ വാല്യൂ 2.05 ആയിട്ട് എടുക്കുന്നു. ഈ എയുടെ വാല്യൂ 2.05 അതിന് അർത്ഥം എന്താണ്? സെഡ് സ്കോർ 2.05 ആണ്. എന്താണ് സെഡ് സ്കോർ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് 2.05. അതിൽ മ്യൂ അറിയാം, നമുക്ക് സിഗ്മ അറിയാം. അപ്പോൾ ആ കറസ്പോണ്ടിങ് എക്സ് കണ്ടെത്താം. അതായത് സെഡ് 2.05 ആകുമ്പോഴുള്ള എക്സ് വാല്യൂ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ 2.05 അല്ലെങ്കിൽ സെഡ് 2.05. യൂസിങ് ദി ഫോർമുല സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ വി ഹാവ് 2.05 ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെ, മ്യൂ 62 ആണ്. നമ്മൾ ഈ പ്രോബ്ലത്തിൽ 62 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 12 ഇൻറ്റു 2.05 24.6
plus 60 to 86.6. അപ്പോൾ ഇതാണ് ആ മിനിമം മാർക്ക് ഫോർ എ പാസ്. Therefore minimum marks one should score to get selected equal to 86.6 marks. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? അരിത്തമെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, പെർസെൻറ്റേജ് ഓഫ് വേക്കൻസീസ്, വേക്കൻസി 100 ആണ്. അപ്പോൾ എത്ര ശതമാനം വേക്കൻസി, അതാണ് ഏരിയ ആയിട്ട് എടുക്കുന്നത്. അവിടുത്തെ സെറ്റ് സ്കോർ എ ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് പ്രോബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് 2% 0.02 എടുത്തു. എന്നിട്ട് അതിന് പ്രോബിലിറ്റി ദാൻ 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ എ കണ്ടെത്തി. 0.5 നിന്ന് 0.02 കുറച്ച് 0.48 കിട്ടി. പിന്നെ നമുക്ക് ആ ഏരിയ, ആ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് ഏരിയ 0.48 ഏകദേശം വരുന്ന സെറ്റ് വാല്യൂ കണ്ടെത്തിയപ്പോൾ 2.05 എന്ന് കിട്ടി. ആ 2.05 ആണ് നമുക്ക് ഇവിടുത്തെ സെറ്റ് സ്കോർ. അതിനെ x മൈനസ് മ്യൂ ബൈ സിഗ്മ ആണെന്ന് അത് എടുക്കുക. പിന്നെ മ്യൂവും സിഗ്മയൊക്കെ നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ സ്കോർ കണ്ടെത്താം. കറസ്പോണ്ടിങ് എക്സിൻ്റെ സ്കോർ 86.6 ആണ്. ഇതാണ് മിനിമം മാർക്സ് വൺ ഷുഡ് സ്കോർ ടു ഗെറ്റ് സെലക്റ്റഡ്. മിനിമം മാർക്സ് ഫോർ എ പാസ് എന്ന് പറഞ്ഞാൽ അവിടെ 86.6 ആണ്. The weekly wages of 1000 workers are normally distributed around a mean of ₹70 and with a standard deviation of ₹5. Estimate the number of workers whose weekly wages will be between ₹70 and ₹72. Also estimate the lowest wages of the 100 highest paid workers. The weekly wages of 1000 workers are normally distributed around a mean of ₹70 and with a standard deviation of ₹5. Estimate the number of workers whose weekly wages will be between ₹70 and ₹72. Also estimate the lowest wage of the 100 highest paid workers. Here given mean mu equal to 70 and standard deviation equal to 5. Standard deviation sigma equal to 5. ആദ്യം കാണുന്നത് between 70 and 72 ആണ്. between ₹70 and 72, that is 70 less than x less than 72. അപ്പോൾ x 70 ആകുമ്പോൾ സെറ്റ് സ്കോർ കാണാം. അതുപോലെ x 72 ആകുമ്പോൾ സെറ്റ് സ്കോർ കണ്ടെത്താം. നോക്കാം. Here mu equal to 70, standard deviation equal to 5. Between 70 and 72, when x equal to 70, z equal to x minus mu by sigma. For 70 minus 70 by 5, 0. When x equal to 72, z equal to x minus mu by sigma equal to 72 minus 70 by 5, 2 by 5, 4 by 10, 0.4. Any probability that 70 less than x less than 72 equal to probability that 0 less than z less than 0.4 equal to 0 to 0.4 നോക്കിയാൽ മതി 0.1554 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഇത് probability that x between 70 and 72 ആണ്. ഇവിടെ നമുക്ക് 1000 വർക്കേഴ്സ് എടുത്താൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വീക്ക്ലി വേജസ് ബിറ്റ്വീൻ 70 and 72 കണ്ടെത്തണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. Therefore the number of workers with weekly wages between ₹70 and ₹72 equal to 1000 into 0.1554 equal to 155. 155 ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ പോർഷൻ. പ്രപ്പോർഷൻ ഓഫ് 100 ഹൈലി പെയ്ഡ് വർക്കേഴ്സ് ഈസ്, അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ആകെ 1000 പേരുണ്ട്. അപ്പോൾ 100 ഹൈലി പെയ്ഡ് വർക്കേഴ്സിൻ്റെ പ്രപ്പോർഷൻ 100 by 100,000, ദാറ്റ് ഈസ് 0.1. അപ്പോൾ ഇവിടെ ഏരിയ 0.1 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കിട്ടി. therefore ഏരിയ ഈസ് നോൺ ടു ബി 0.1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് സെറ്റ് വാല്യൂ. സെറ്റ് വാല്യൂ കണ്ടെത്തണം. ലെറ്റ് എ ബി ദി സെറ്റ് വാല്യൂ അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ എന്ത് വരും? പിന്നെ ഇത് 100 ഹൈലി പെയ്ഡ് വർക്കേഴ്സ് ആയതുകൊണ്ട് ഇത് 0ൻ്റെ റൈറ്റ് സൈഡിലാണ് വരിക. എയുടെ വാല്യൂ 0ൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. അവിടെ പ്രോബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നതാണ് 0.1. അപ്പോൾ നമുക്ക് എന്ത് കാണണം? പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ എ കാണാം. അതായത് 0.5 നിന്ന് ഈ 0.1 മൈനസ് ചെയ്യണം. അപ്പോൾ 0.4 കിട്ടും. നമുക്ക് നോക്കാം. ഏരിയ ഈസ് നോൺ ടു ബി 0.1. ടു ഫൈൻഡ് സെറ്റ് വാല്യൂ ലെറ്റ് എ ബി ദി വാല്യൂ ഓഫ് സെറ്റ് വെൻ പ്രോബിലിറ്റി 0.1 ഓൺ ദി റൈറ്റ് സൈഡ്. That is probability of z greater than equal to 0.1. Therefore probability that 0 less than z less than a equal to 0.5 minus 0.1 equal to 0.4. നമുക്ക് ആ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ ഇതൊക്കെ. When z equal to 1.28, ടേബിൾ വാല്യൂ equal to 0.4 അപ്രോക്സിമേറ്റ്ലി. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ആ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമുക്ക് നോക്കാം. ഈ 0.4 ഏരിയ വരികയാണെങ്കിൽ സെറ്റിൻ്റെ വാല്യൂ എന്താണ്?
ഏരിയ 0.4 ആണെങ്കിൽ സെറ്റ് എത്ര? സെറ്റ് ഏകദേശം 1.28 ആണ്. ഇനി നമുക്ക് എന്താണ് സെറ്റ് 1.28 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. ദാറ്റ് ഈസ് സെറ്റ് 1.28 അല്ലെങ്കിൽ സെറ്റ് 1.28 ആണ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് മി ബൈ സിഗ്മ, അതായത് 1.28 ഈക്വൽ ടു എക്സ് മൈനസ് 70/5. അപ്പോൾ 1.8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 6.4. അത് 70യോട് കൂടി ആഡ് ചെയ്താൽ എക്സ് ഈക്വൽ ടു 76.4. ഹെൻസ് ദ ലോവസ്റ്റ് വീക്ക്ലി വേജസ് ഓഫ് ദ ഹയസ്റ്റ് 100 paid workers is 76.4. Hence the lowest weekly wages of the highest 100 paid workers is 76.40. ഇവിടെ രണ്ട് വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏരിയ 0.1915 ആണെന്ന് വിചാരിക്കാം. ഏരിയ 0.1915 ആണെങ്കിൽ സെറ്റിൻ്റെ വാല്യൂ എന്താണ്? 0.5 ആണ്. ഇനി 0.3643 ആണെങ്കിലോ 1.1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ 0.4 ആണെന്ന് പറഞ്ഞു. ഏരിയ 0.4 ആണെന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്. ഇതിൽ 0.4 ഏകദേശം എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഏകദേശം ഇവിടെ ഉണ്ട് 0.3997. നേരത്തെ ഏരിയ 0.4 വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇത് എടുക്കണം അല്ലെങ്കിൽ ഇത് എടുക്കണം. 0.4015 കുറച്ചുകൂടെ നല്ല വാല്യൂ 0.3997 ആണ്. എറർ ഇതിനേക്കാൾ അല്പം കുറവ് ഇതിനാണ്. അപ്പോൾ ഈ വാല്യൂ നോക്കാം, ഇതെന്താണ് വരിക? 1.28. അപ്പോൾ ഏരിയ 0.4 ആണെങ്കിൽ ഇത് ഈ വാല്യൂ ഏരിയ 0.4 ആണെങ്കിൽ സെഡ് വാല്യൂ എന്താണ്? 1.28. അതാണ് നമ്മൾ നേരത്തെ എടുത്തത് 1.28. ഇനി ഏരിയ 0.4332 ആണെങ്കിലോ ഏരിയ 0.4332 ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. ഏരിയ 0.4332 ആണെങ്കിൽ സെഡ് വാല്യൂ എന്താണ്? 1.5. ഏരിയ 0.4332 ആണെങ്കിൽ 1.5. നമ്മൾ നേരത്തെ പറഞ്ഞു 0.48. ഏരിയ 0.48 ആകുമ്പോൾ ഇവിടെ 0.48 എന്ന് പറയുന്നത് എവിടെ നോക്കാം? 0.48 വരുന്നത് ഇവിടെയാണ്. 0.4796 ആണ് ഏകദേശം വരുന്നത്. അതായത് 2.05. നമ്മൾ നേരത്തെ 2.05 എന്ന് കൊടുത്തത് 2.0 ഇവിടെ 0.05. ഇപ്പോൾ 2.05 ആണ്. 0.4796 ഇതാണ് 0.48. അപ്പോൾ ഏരിയ 0.48 ആണെങ്കിൽ സെഡ് വാല്യൂ 2.05. ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് 2.2, ഇവിടെ 0.05. അപ്പോൾ ഏരിയ 0.48 ആണെങ്കിൽ സെഡ് വാല്യൂ 2.05. ഇങ്ങനെയാണ് ഏരിയ അറിയാമെങ്കിൽ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്, ഈ ഇതിനകത്തുള്ള ഏരിയ ആണ്. ഏരിയ തന്നു കഴിഞ്ഞാൽ സെഡ് വാല്യൂ കാണാൻ ആ ഏരിയ, ഇപ്പോൾ ഇത് 0.4732 ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ സെഡ് വാല്യൂ കാണേണ്ടത് അതിൻ്റെ നേരെ ഇവിടെ നോക്കുക 1.9, പിന്നെ നേരെ മുകളിൽ 3. അപ്പോൾ 1.93 ആണ്. 0.4732 ആണ് ഏരിയ എങ്കിൽ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ 1.93 ആണ്. ഇനി ഏരിയ 0.1664 ആണെങ്കിൽ സെഡ് വാല്യൂ 0.43 എന്നാണ് വരിക, 0.43. അതുപോലെ ഇപ്പോൾ ഏരിയ 0.1844 ആണെങ്കിൽ സെഡ് വാല്യൂ 0.48 എന്ന് വരിക. ഇവിടെ നോക്കിയാൽ 0.4 ആണ്, ഇവിടെ 0.08. അപ്പോൾ 0.48 ആണ് സെഡ് വാല്യൂ. 0.48 ആണ്. ഏരിയ 0.1844 എന്ന് പറഞ്ഞാൽ വരുന്നത് 0.48 ആണ്. ഈ രീതിയിലാണ് കണ്ടെത്തുന്നത്.